നമസ്കാരം. ഗുജറാത്തിലെ ജാംനഗറിലാണുള്ളത്. ഞങ്ങൾ ഇന്ന് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ജാംനഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രാത്രി 9:25 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. സമയം 6:45. അതിന്റെ ഒരു ഇരുട്ടൊന്നും ഇപ്പൊ ഈ പറഞ്ഞ ജാംനഗർ ഭാഗത്ത് വന്നിട്ടില്ല കേട്ടോ. അതായത് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇതിന്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ പഴയ ഒരു ലോക്കോമോട്ടീവ് ഉണ്ട്. ഇത് ടാറ്റേൻ്റെയാണ്, കാരണം അങ്ങ് അവിടെ ടാറ്റ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വഴിയാണ് നേരെ നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത്. അങ്ങ് അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. ജാംനഗർ സിറ്റിയിലേക്കൊക്കെ പോകേണ്ട ഒരു വഴി അതാണ്. അതുപോലെ തന്നെ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ ജാംനഗർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ റെയിൽവേൻ്റെ റിട്ടയറിംഗ് റൂമിലാണ്. അത് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഡോർമെട്രി ആൻഡ് റിട്ടയറിംഗ് റൂംസ്. നമ്മുടെ റൂംസൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ജാംനഗർ റെയിൽവേ സ്റ്റേഷനിലത്തെ റിട്ടയർ റൂം ഇതാണ്. ഡബിൾ ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഇത് AC റൂമും കൂടെയാണ്. ഇവിടെ വലിയൊരു TV ഒക്കെ ഉണ്ട്. ഈ ഒരു റൂമിൻ്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾ ജാംനഗർ സിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പറയുന്നില്ല. ഞങ്ങൾ 24 മണിക്കൂറാണ് ഇവിടെ താമസിക്കുന്നത്. വെറും 570 രൂപ മാത്രം. വളരെ ചീപ്പാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കൂടെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ, എന്നിട്ട് നമ്മുടെ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്ത് പോവാം. അതെ, സമയം ഇപ്പം 8 മണിയായി. ഞങ്ങൾ റിട്ടയർ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഇനിയിപ്പം നമ്മുടെ വണ്ടി വരിക. അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് JAM എന്നാണ്, ജാം. അതുപോലെ തന്നെ ഇത് വെസ്റ്റേൺ റെയിൽവേൻ്റെ കീഴിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. ഞങ്ങൾ ഇവിടെ നിന്നുണ്ടല്ലോ 2 മാഗി വാങ്ങിച്ചിരിക്കുകയാണ്. നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അത്ര ഇല്ല അല്ലേ? കണ്ണൂരൊക്കെ ഇതിനെക്കാട്ടും വലുത് തന്നെയാണ്. 3 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കടകളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഫുഡ് കോർട്ടൊന്നും ഇല്ല എന്ന് പറയാം. അവിടെ ഉണ്ട്, പക്ഷെ അവിടെ ഒന്നുമില്ല. പിന്നെയും നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു മാഗി ആണല്ലോ. പിന്നെ ഇനിയിപ്പോൾ ട്രെയിനിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കേണ്ടി വരുമല്ലേ? ചാൻസ് കുറവാണ്. കാരണം 9:25 ആകുമ്പോഴത്തേക്കും പാൻട്രി ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. ഇന്ന് എന്തായാലും ഫുഡൊന്നും നമ്മളെ വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, നാളെ ഉണ്ടാവുമായിരിക്കും. ഏതോ ഗുഡ്സ് ട്രെയിൻ ആണെന്ന് തോന്നുന്നു. ട്രെയിൻ നമ്പർ 19578 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ഇതാ ജാംനഗർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1 കടന്നു വരികയാണ്. ഇതിപ്പോൾ ഹാപ്പ ഭാഗത്തു നിന്നാണ് വരുന്നത്. അവിടെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത്. ഈ ഒരു ലോക്കോമോട്ടീവ് തന്നെയാണ് നമുക്ക് വേണ്ടത്, കാരണം ഇതിനിപ്പോൾ അങ്ങ് അവിടെ പോയി തിരിച്ചു വരും. ആദ്യം WP7. ഇതൊരു എക്സ്ട്രാ കോച്ചാ. ഈ ഒരു നമ്മുടെ വണ്ടിയിൽ ഇല്ലാത്തൊരു കോച്ചായത്. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇതിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുവാണെങ്കിൽ ഇതിന് ടോട്ടലി 3 അൺറിസർവ്ഡ് കോച്ചാണ് ഉള്ളത്. അതുപോലെ തന്നെ സ്ലീപ്പറിലോട്ട് വരുവാണെങ്കിൽ 8 സ്ലീപ്പർ കോച്ചുകളുണ്ട്. തേർഡ് AC ഇല്ല, പകരം തേർഡ് AC എക്കണോമിയാണ്. തേർഡ് AC എക്കണോമി 6 എണ്ണം ഉണ്ട്. 2 സെക്കൻഡ് AC. പിന്നെ ഇതിൽ പാൻട്രി കോച്ച് ഉണ്ട്. ഞങ്ങൾ ഇന്ന് തിരുനെൽവേലി വരെ ട്രാവൽ ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ കോച്ച്. അതിൽ S1 ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അത് വരിക. ഇതിൻ്റെ സ്ലീപ്പർ കോച്ചിലൊക്കെ മുഴുവൻ ആഡാണ്. അതുപോലെ തന്നെ നമുക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് ഹൈറ്റാണ് ട്രെയിനിൻ്റെ ഇതൊക്കെ ഉള്ളത്, കാരണം പ്ലാറ്റ്ഫോമിന് ഇത് കുറവാണ്. ഇത് S3 ഇതല്ല, ഇതിൻ്റെ 2 കോച്ചും കൂടെ കഴിയാനുണ്ട് അത്ര. ജാംനഗർ തിരുനെൽവേലി. നമ്മുടെ കോച്ച് ഇതാണ് S1. അപ്പോൾ ഇതൊക്കെ തുറന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇപ്പം നേരെ ഇനിയിപ്പോൾ കോച്ചിൻ്റെ അകത്തോട്ട് കയറാം. വേണ്ട, കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലേറ്റൊന്നും വന്നിട്ടില്ല. നമ്മുടെ ബെർത്ത് വരുന്നത് ഇവിടെ തന്നെയാണ്. 6ഉം 3ഉം ഈ 2 അപ്പർ ബെർത്താണ്. അതായത് കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ. നമ്മുടെ ഈ ഒരു കോച്ചിൽ ലേറ്റൊക്കെ വന്നേ. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തെ എന്തൊക്കെയാണ് നമുക്ക് ഉള്ളതെന്നൊക്കെ കാണാം. ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്, ഇവിടെയുണ്ട് 2 ചാർജിങ് സോക്കറ്റ് ഈ ഒരു ഭാഗത്തുണ്ട്. ഈ ഒരു ഭാഗത്തുള്ളവർക്ക് മുഴുവനുള്ള 2 ചാർജിങ് സോക്കറ്റാണ്. ഇവിടെ നല്ലൊരു മിറർ ഉണ്ട്. പിന്നെ നല്ല വൃത്തിയാണ്. സൈഡ് അപ്പറിൻ്റെ മേലെ തന്നെ 2 എണ്ണം. അപ്പോൾ സൈഡ് ലോവറിൻ്റെ അവിടെ ഇല്ല. സൈഡ് ലോവറിൻ്റെ ആൾക്കാർക്കും അവിടെ വേണം ചാർജ് ചെയ്യണമെങ്കിൽ. വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. പിന്നെ വൃത്തി പക്കയാണ്, നല്ല ക്ലീനിങ് ആണ് വണ്ടിയിൽ. ഇപ്പോൾ ആരും വന്നിട്ടില്ല. ഇനി ഈ ട്രെയിനിൽ ഞങ്ങൾ എത്ര ദിവസം മുന്നേ ബുക്ക് ചെയ്തെന്ന് പറയാം. ഞങ്ങൾ 2 ആഴ്ച മുന്നെയാണ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്യുന്ന സമയത്ത് വെറും 4
ബെർത്തുകൾ മാത്രമേ അവൈലബിൾ ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കയറുന്ന ഭാഗത്തെ 2 അപ്പർ തന്നെ കിട്ടിയത്. എന്തോ ഭാഗ്യം 2 അപ്പർ തന്നെ കിട്ടി. പ്രിഫറൻസ് കൊടുത്തു, അപ്പുറം കിട്ടൂല എന്നാണ് കരുതിയത്. പക്ഷെ അതന്നെ കിട്ടുകയും ചെയ്തത്. അതുതന്നെ ഇവിടുന്ന് ജാംനഗറിൽ തിരുനെൽവേലി വരെ നമുക്ക് വന്ന ടിക്കറ്റ് ചാർജ് എന്ന സ്ലീപ്പർ ഒരാൾക്ക് 890 രൂപയാണ്. ഇതിന് ഇതുപോലെ തന്നെ എക്കണോമി, തേർഡ് എ സി എക്കണോമി ഉണ്ട്, സെക്കൻഡ് AC ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ഇതിന്റെ തേർഡ് AC എക്കണോമിയിലേക്ക് നമുക്കൊന്ന് കയറാം. ഇതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. സ്ലൈഡിങ് ആണ് ഡോറ് വരുന്നത്. എൻ്റെ പൊന്നോ, അടിപൊളി കോച്ച്. എന്തൊരു നല്ല ലൈറ്റിംഗ് ആണെന്ന് നോക്കിയേ. ഇവിടെയൊക്കെ നല്ല അടിപൊളി. ഇതാ ചാർജിങ് സോക്കറ്റ് 2 തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ മേളെ കിടക്കേണ്ട ആൾക്കാർക്ക് നമുക്ക് USB അത് വെച്ചിട്ട് നമുക്ക് ചാർജൊക്കെ ചെയ്യാം. എല്ലായിടത്തും റീഡിങ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു മിഡിൽ ബെർത്തിൻ്റെ ആൾക്കാർക്ക് തേർഡ് AC കാട്ടിയും വലിയൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ AC വെന്റ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന AC വെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിൽ ഓവറിന്റെ അവിടെ ആയാലും സൈഡ് അപ്പറിന്റെ അവിടെ ആയാലും ഉണ്ട്. ഈ തേർഡ് AC എക്കണോമി ഈ നിൽക്കുന്ന ഒരു ഭാഗമില്ലേ, അതിന്റെ അത് കുറച്ച് കൺജസ്റ്റഡ് ആണ്. അത് ആ ഒരു സ്പേസ് കുറവാണ്. പിന്നെ നല്ല അപ്പർ ബർത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിയുമ്പോൾ നമ്മുടെ തല മുട്ടും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തേർഡ് AC എക്കണോമിയിൽ കുറച്ച് സഹിക്കേണ്ടി വരും അല്ലേ. നല്ല തണുപ്പാണ്. തേർഡ് AC എക്കണോമി എന്ന് പറഞ്ഞാൽ ചെറിയ പൈസേന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. തണുപ്പിനൊന്നും ഒരിട്ട് കുറവില്ല. ഇതില് തേർഡ് AC ഇല്ല, എക്കണോമി മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് നമ്മുടെ ജാംനഗറിൽ തിരുനെൽവേലി വരെ ഒരാൾക്കാവുന്ന ചാർജ് 2235 രൂപയാണ്. ഇനി സെക്കൻഡ് AC ഇവിടെ ഉണ്ട്, അതുകൂടെ കണ്ടിട്ട് വരാം. ഇതിന്റെ സെക്കൻഡ് ACയിലേക്ക് നമുക്കൊന്ന് കയറാം. സെക്കൻഡ് ACയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കർട്ടനുകൾ തന്നെയാണ്. പിന്നെ ഇതൊന്നും പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഈ കർട്ടനാണ്, നല്ല പ്രൈവസിയാണ് നമുക്ക് സെക്കൻഡ് ACയിലൊക്കെ നമുക്ക് വരുന്നത്. സൈഡ് അപ്പറിനായാലും ഉണ്ട്, സൈഡ് ലോവറിനായാലും ഉണ്ട്. നമുക്ക് ഇവിടുന്ന് എത്രയാ ടിക്കറ്റ് ചാർജ് വരുന്ന ഒരാൾക്ക്? 3420 രൂപ. ഇനിയിപ്പോ നമ്മുടെ വണ്ടി പുറപ്പെടാൻ ഇനി സമയമുണ്ട്, അതെ, പോയിട്ടിരിക്കാം. പിന്നെ വേറെ കാര്യമുണ്ട്, പാൻഡിൽ കുറച്ച് ആക്റ്റീവായിട്ട് കാണുന്നുണ്ട്. വല്ലത് നൈറ്റ് കിട്ടുമെന്ന് അറിയില്ല, നോക്കാം. ഞങ്ങൾ ഇതിന്റെ പാൻഡിൽ പോയി ചോദിച്ചോട്ടാ. ഇന്ന് രാത്രിക്ക് ഫുഡില്ല, ഇനി നാളെ രാവിലെ മുതലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു കേക്കും 2 മിൽക്ക് ഷേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഇന്ന് രാത്രിക്ക് ഇനിയിപ്പോൾ അത് കഴിക്കാമെന്ന് തന്നെ വിചാരിച്ചു. നമ്മൾ വലിയൊരു യാത്ര കഴിഞ്ഞിട്ടാണല്ലോ ഗുജറാത്തിലെത്തുന്നത്. ഗുജറാത്തിൽ നമുക്ക് കാര്യമായ രീതിയിലൊന്നും ഫുഡൊന്നും കിട്ടിയില്ല. മിക്കവാറും ഈ ഒരു ഭാഗത്തേക്കെല്ലാം വരുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ ഫുഡ് കിട്ടാത്തതുകൊണ്ട് തിരിച്ച് നാട്ടിലെത്തുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ മെലിയാറുണ്ട്. അത് നോർത്ത് ഇന്ത്യയിൽ എവിടെ പോയാലും നോർത്ത് ഇന്ത്യ യാത്ര ചെയ്താൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. നല്ല രീതിയിൽ മെലിഞ്ഞിട്ടുണ്ട്. നാട്ടിലെത്തിയിട്ട് വേണം കുറച്ചും കൂടെ ഫുഡൊക്കെ കഴിച്ചാൽ ബെറ്റർ ആവും. അതെ അതെ. അതുപോലെ തന്നെ ഈ ട്രെയിൻ വെസ്റ്റേൺ റെയിൽവേന്റെ ആണ്, സദേൺ റെയിൽവേന്റെ വണ്ടിയല്ല ഇത്. ഇനിയിപ്പോൾ ഇതിന്റെ ലോക്കോമോട്ടീവും കൂടെ നമുക്കൊന്ന് അവിടെ പോയി കണ്ടിട്ട് വരാം. ജാംനഗർ നമ്മുടെ ലോക്കോമോട്ടീവ് ഇതാ നേരത്തെ കണ്ട അത് തന്നെയാണ്. വഡോദര ലോക്കോമോട്ടീവ് ഷെഡിന്റെ ആണ് ലോക്കോ. ഇതിലിപ്പോൾ അവർ ലോഡ് ചെയ്യുന്നത് മീനാണ്. അത് തിരുനെൽവേലി തന്നെയാണ് അതിൽ കാണുന്നത്. ജാംനഗർ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 9:25 തന്നെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്, ഓൺ ടൈം. നമ്മൾ ഏറ്റവും മുന്നിൽ തന്നെയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേഷനൊക്കെ പെട്ടെന്ന് കഴിയും. ലോക്കോമോട്ടീവിൻ്റെ ശബ്ദം നല്ല രീതിയിൽ കേൾക്കാം. ഒരു ദീർഘമായ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. സമയം ഇപ്പോൾ 9:38. ഹാപ്പ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാണ് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മുടെ ട്രെയിൻ 2 മിനിറ്റിൻ്റെ സ്റ്റോപ്പ്. ഈ ഒരു ട്രെയിൻ പണ്ട് ഹാപ്പ വരെയാണ് ഉണ്ടായത്. പിന്നീടാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ജാംനഗറിലേക്ക് ആക്കിയത്. അതായത് 2010 മാർച്ച് 30 നമ്മുടെ ട്രെയിൻ ആദ്യമായിട്ട് ഓടി തുടങ്ങിയത്. ഈ ജാംനഗറിനും ഹാപ്പയിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, 8 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. 2017 വണ്ടി ഹാപ്പയിൽ നിന്ന് ജാംനഗറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. ഹാപ്പ റെയിൽവേ സ്റ്റേഷൻ ഇത് നമ്മുടെ വണ്ടി എടുത്തു. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഒരാളും ഇല്ല ഇവിടെയൊന്നും. പിന്നെ അങ്ങ് അവിടെ കാണുന്നില്ല, ഇതാ അതൊക്കെ എന്തൊക്കെ ഓയിലൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഈ ജാംനഗർ, ഈ ഹാപ്പാവ എന്ന് പറഞ്ഞാൽ കൂടുതൽ വ്യവസായങ്ങൾ, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ജാംനഗർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വണ്ടികളൊക്കെയാണ് ഇതൊക്കെ. ഈ ഒരു വണ്ടീൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ തന്നെയാണ്. അങ്ങനെ ഹാപ്പയെന്നും വണ്ടി എടുത്തു. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഈ രാജ്കോട്ടാണ്. 75 കിലോമീറ്റർ പോകാനുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു 1ാം നമ്പർ ബെർത്തിൻ്റെ അവിടുത്തെ ഒരു വിൻഡോ തുറക്കാൻ പറ്റുന്നുണ്ടായിട്ട്. അപ്പോൾ ഹാപ്പേന്ന് ആ ഒരു ലോവറിലെ ഒരു പാസഞ്ചർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിരിക്കുക. കണ്ടതാ ക്വിക്ക് ആക്ഷനാണ്. അതവിടെ സ്റ്റക്കായി നിൽക്കുക. വേറെന്തോ കംപ്ലൈൻറ്റ് വെച്ചിട്ട് മൊത്തം ജാമായിട്ട് ആദ്യം പോയിട്ടുണ്ട്.
ഈ ഒരു ബർത്തൊക്കെ അത്യാവശ്യം നല്ല ഓക്കെ തന്നെയാണ് കേട്ടോ, നല്ല അടിപൊളി ബർത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ ഉണ്ടായത് ഇങ്ങനത്തെ ഒരു മറയൊക്കെയാണ്. ഈ ഒരു ലൈറ്റ് ഇവിടെ ഓഫ് ആവില്ല കേട്ടോ, അതും കത്തിക്കോണ്ട് അവിടെ വെക്കും. അതൊരു വലിയ ബുദ്ധിമുട്ടാണല്ലേ ദേവി? ഈ സൈഡിൽ കിട്ടിയത് എല്ലാവരും ബുദ്ധിമുട്ടാണ്, പക്ഷേ ഈ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടിയതിന്റെ ഭാഗ്യമാണ്. ഞങ്ങൾ ലാസ്റ്റ് സമയത്താണ് ബുക്ക് ചെയ്തത്. ഇത് സിംഗിൾ ലൈൻ ആണ്. വന്ദേ ഭാരത് വരാൻ വേണ്ടി നമ്മുടെ വണ്ടി പിടിച്ചിട്ടിരിക്കുക. അഹമ്മദാബാദ് ഓഖ വന്ദേ ഭാരത് റെഡിയാവുന്ന ലക്ഷണമില്ല ഇത്. സമയം ഇപ്പം 11:08. രാജ്കോട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. രാജ്കോട്ട് ഇനി ഇവിടുന്ന് ഈ ഒരു വണ്ടി ഫുള്ളാവും, നല്ല തിരക്കുണ്ട് ഇവിടുന്ന്. ഞങ്ങൾ ഈ ഒരു ജനറൽ ക്ലാസ്സിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. കാരണം നമ്മുടെ ആ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ആ ഭാഗത്തല്ല ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വന്നു. ഇത് ഫുള്ളായിട്ടൊന്നും ഇല്ല, ജനറലി ഇവിടുന്ന് ഫുള്ളാവും. രാജ്കോട്ട് അതുപോലെ തന്നെ ആ ഒരു വിൻഡോ ഇല്ലേ, അത് അവിടുന്ന് ഇതാ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് ഓപ്പൺ ആയി. ഗുജറാത്തിലെ 4ാമത്തെ വലിയ നഗരമാണ് ഈ ഒരു രാജ്കോട്ട്. നമ്മൾ കയറിയ ജാംനഗർ വരുന്നത് 5ാമത്തെ വലിയ നഗരമാണ്. നമ്മുടെ കയറിയ ജാംനഗറും ഹാപ്പയും ഇതൊക്കെ വരുന്നത് രാജ്കോട്ട് ഡിവിഷന്റെ കീഴിലാണ്. അതായത് നമ്മുടെ ട്രെയിനും രാജ്കോട്ട് ഡിവിഷന്റെ കീഴിലുള്ള ട്രെയിൻ കൂടിയാണ്. അതെ, അപ്പൊ എന്താ പറയാ, ഇന്ന് രാത്രി ഇനിയിപ്പോ നിങ്ങൾ കിടന്നുറങ്ങുവാണ്, നാളെ രാവിലെ ഏകദേശം സൂറത്തൊക്കെ എത്താനാകുമ്പോൾ നമുക്ക് ഉറങ്ങി എഴുന്നേക്കാം. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി പോകുന്ന അഹമ്മദാബാദ് വഴിയാണ്. അഹമ്മദാബാദിൽ എത്തുന്നത് വെളുപ്പിന് ഒരു 3:15 ആകുമ്പോഴാണ്. അതെ, അപ്പൊ ഇന്ന് രാത്രി കിടന്നുറങ്ങാം, നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഗുജറാത്തിലെ 2ാമത്തെ വലിയ നഗരമായ സൂറത്തിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നാണ് ഈ ഒരു സൂറത്തിനെ അറിയപ്പെടുന്നത്. സൂറത്തിൽ നമ്മുടെ വണ്ടി നേരത്തെ എത്തി കേട്ടോ. അപ്പൊ ഇവിടെ 3 മിനിറ്റാണ് സ്റ്റോപ്പ് വരുന്നത്. 7:03 വണ്ടി എടുക്കുള്ളൂ. അതെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ജാംനഗർ തിരുനെൽവേലി എന്ന് പറഞ്ഞ ട്രെയിൻ ഗുജറാത്തിലെ ഒട്ടുമിക്ക പ്രധാന നഗരങ്ങളിൽ കൂടി പോകുന്നുണ്ട്. അതായത് ഇപ്പൊ സൂറത്ത് ആയാലും വഡോദര ആയാലും അഹമ്മദാബാദ് ആയാലും നമ്മൾ കയറിയ ജാംനഗർ ആയാലും രാജ്കോട്ട് ആയാലും 1 മുതൽ 5 വരെ ഗുജറാത്തിലെ പ്രധാന നഗരങ്ങളിൽ കൂടി എല്ലാം നമ്മുടെ വണ്ടി കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുജറാത്തിലേക്ക് വരാനും നാട്ടിൽ നിന്ന് വരാനായാലും ഇവിടുന്ന് നാട്ടിലേക്ക് പോകാനായാലും ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. അതെ. പിന്നെ നമ്മുടെ സ്പീഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇന്നലെ രാത്രിക്ക് എനിക്കാകുമ്പോൾ എന്തൊരു സ്പീഡാണ്, വണ്ടിക്കിനെ എടുത്തും ട്രാക്കിലൂടെ എടുത്തും മറിയത്, അത്രയും സ്പീഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയാണ് സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു നെയിം ബോർഡൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ്. ടൈം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമുക്ക് മെല്ലെ പോയാൽ മതിയല്ലോ. ഞങ്ങൾ ഇങ്ങ് ഇവിടം വരെ വന്ന് വഡോദര സൂറത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ, മൊത്തം വേസ്റ്റുകളാ. ജാംനഗർ തിരുനെൽവേലി, ഇതാണ് നമ്മുടെ ആ ഒരു ചെറിയൊരു ട്രെയിനിന്റെ നെയിം ബോർഡ് ഉണ്ട് ഇവിടെ. അപ്പൊ നേരെ നമ്മുടെ കോച്ചിലോട്ട് തന്നെ പോവാം. നമ്മൾ കുറേ നേരമായി പുറത്തോട്ട് വന്നിട്ട്. ഇവിടെ സൂറത്ത് നിന്നുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട്. സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ ഇതാ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇത് ബാഗട്ട് കി കോട്ടി ബാന്ദ്ര ടെർമിനസ് എക്സ്പ്രസ്. ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് 95 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വാപ്പി. സൂറത്ത് റെയിൽവേ സ്റ്റേഷനോട് വിട. ഇപ്പം 120 km/h സ്പീഡിലാണ് പോകുന്നത്. 122, 121 ഇതിൽ തന്നെ.
ഒരു ട്രെയിൻ വരും, മുംബൈ സെൻട്രൽ ഗാന്ധിനഗർ ക്യാപിറ്റൽ വന്ദേ ഭാരത് എക്സ്പ്രസ്. സമയം ഇപ്പോൾ 8:05. വാപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതേ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി വന്നിട്ടുള്ളത്. വാപ്പി ഈ ട്രെയിനിന്റെ ഗുജറാത്തിലെ അവസാന സ്റ്റോപ്പാണ്. അടുത്തതിന് മഹാരാഷ്ട്രയിലോട്ട് വരും. ഇവിടെ ഈ ട്രെയിനിൽ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായ ദാമൻ ദ്വീപിലൊക്കെ പോവാണെങ്കിൽ വാപ്പിയിൽ ഇറങ്ങിയാൽ മതി. ഇവിടുന്ന് 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതെ, അതിന്റെ കാര്യം പറയുമ്പോണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും ദാമൻ ദ്വീപ് പോയിട്ടില്ല. ഇതുവഴി ഇഷ്ടം പോലെ തവണ പോയിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ പോകാൻ പറ്റില്ല. എന്തായാലും ഒരു തവണ പോകും. ഇവിടെ എത്തുമ്പോൾ എല്ലാ സമയത്തും ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് ദാമൻ ദ്വീപിനെ കുറിച്ചിട്ട്. എന്തായാലും ഞാനും മോനും ഒരിക്കലും പോകും തീർച്ചയായും. അതുപോലെ ഞങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പാൻ ട്രെയിനിന്. ഇപ്പം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാം. രാവിലെ ട്രെയിനിൽ വാങ്ങിച്ചത് പോയാണ്, അതായത് അവൽ. ഇത് നമുക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇടയിൽ കടലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചത്. ഇതിന് ഒരെണ്ണത്തിന് 40 രൂപയായത്. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് നമ്മളെ ഇഡ്ഡലി വടയൊന്നുമില്ല. പിന്നെ എന്തൊക്കെയാണ് ഉള്ളത് ഇതിൽ മെയിനായിട്ട്? ഇതിലൊരുണ്ട്, രാവിലെ ഉപ്മാവുണ്ട്, അതുപോലെ തന്നെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ താഴെ ഇപ്പം വടാപ്പാവൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഗുജറാത്ത് മഹാരാഷ്ട്ര ഭാഗത്തെല്ലാം വരുമല്ലോ, എല്ലാ സ്റ്റേഷനിലെത്തുമ്പോൾ വരും. മഹാരാഷ്ട്രയിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ ബോയ്സാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 9:10. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് ട്രെയിന് സ്റ്റോപ്പ്. ഇത് ഇവിടെ ബോയ്സാർ എന്നൊക്കെ എഴുതിയിട്ട് നവി ഒരാളെ വിളിക്കുക. കാരണം വേറെ ഒന്നുമല്ല, മുംബൈയിൽ നമുക്കിനിപ്പോൾ ഫുഡ് വേണമല്ലോ. അതായത് നമ്മളെ മീൻകറി ഊണൊക്കെ എടുക്കുന്നില്ല അല്ലേ? അല്ലെങ്കിൽ അവിടെ ഉണ്ടാവൂടാ, അവിടെ തന്നെ പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ വരും. 11:30 ആകുമ്പോൾ നമ്മൾ ട്രെയിൻ പനവേലിൽ എത്തുന്നത്. ആ സമയത്ത് നോക്കാം. ഞാൻ ആ നമ്പർ ഇതിൽ ഉണ്ടായോണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഉറപ്പാണല്ലോ. അതെ അതെ അതെ. ട്രെയിൻ ഇവിടെ സിഗ്നൽ കിട്ടാനൊന്നും ആയിട്ടില്ല, ഇപ്പൊ വന്ന് നിർത്തിയതല്ലേ ഉള്ളൂ. പാൽഘർ റെയിൽവേ സ്റ്റേഷനായത്. 120 km/h സ്കിപ്പ് ചെയ്യാം. പുതിയ പാലത്തിന്റെ പണിയാണ്. ഹലോ, പനവേലത്തെ ഫുഡുണ്ടല്ലേ? ഞങ്ങൾ വരുന്നുണ്ട് ഈ നമ്മുടെ ജാംനഗർ തിരുനെൽവേലി എന്ന് പറഞ്ഞൊരു ട്രെയിന്. ഇപ്പം ബസേ റോഡിൽ തന്നെ. ഇപ്പം 11:30 ആ സമയമാകുമ്പോൾ ഞങ്ങൾ S1 കേട്ടോ, മുന്നിലാണ്. എഞ്ചിൻ കഴിഞ്ഞിട്ട് 2ാമത്തെ കോച്ച് 3 S1 സ്ലീപ്പർ 3 സീറ്റ് നമ്പർ നമ്പർ 3 2 മീൻകറി കൊണ്ട്. അപ്പൊ നവി ഉച്ചക്കുള്ള ഭക്ഷണം പറഞ്ഞു. 2 മീൻകറി കൊണ്ട് വേണ്ട, വേറൊന്നും വേണ്ട. ശരി ശരി. S1 3 കേട്ടോ. ഓക്കെ ശരി. ഓക്കെ അല്ലേ? ഓക്കെ, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തോ കേട്ടോ. ഇതിലോട്ടാണ് ഞങ്ങളിപ്പോൾ വിളിച്ചത്. ആദ്യം വിളിച്ചപ്പോൾ അവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 9:48 വിളിച്ചപ്പോഴാണ് അവരെടുത്തത്. ഞങ്ങൾ 2 മീൻകറി ഊണ് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വഴി നിങ്ങൾ പോവുകയാണെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി. ട്രെയിനിപ്പോൾ വസൈ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ മുംബൈയിലെത്തി. നല്ല ചൂട് വന്ന് തുടങ്ങി. സമയം കറക്റ്റ് 10 മണിയായി. വസൈ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതേ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് പ്ലാറ്റ്ഫോം വരുന്നത്.
ഈ ഒരു ലാസ്റ്റ് പ്ലാറ്റ്ഫോം 7-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. കൊങ്കൺ സൈഡിലോട്ട് പോകുന്ന വണ്ടികൾ ഭൂരിഭാഗം ഈ ഒരു 7 തന്നെയാണ് വരിക. വസൈ റോഡ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമ്മുടെ ട്രെയിന് 5 മിനിറ്റ് സ്റ്റോപ്പ്. ഇതിൻ്റെ കൂടെ ഒരു സബർബനൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട്. അത് ഗുഡ്സാണത്. ഇതിലേക്കൂടെ വെള്ളവും അതുപോലെ തന്നെ വടാപ്പാവൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവസാന പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് കാണുന്ന കാഴ്ച ഇതാണ്. പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ബാന്ദ്ര ഭാഗത്തേക്ക് പോകുന്ന റൂട്ടൊക്കെ ഉള്ളത്. അതായത് മുംബൈ നഗരത്തിലേക്ക് നിങ്ങൾക്ക് പോകാമെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതി. ഇവിടെ നമുക്ക് ചർച്ച് ഗേറ്റ് ഭാഗത്തേക്കല്ലേ ലോക്കൽ ട്രെയിൻ പിടിക്കാൻ നേരെ പോവാം. ബാന്ദ്ര, അന്തേരി, മുംബൈ സെൻട്രൽ, ദാദർ എല്ലായിടത്തേക്കും എന്താ പറയുക ലോക്കൽ ട്രെയിനിൽ തന്നെ പോവാം. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് പനവേൽ റൂട്ട്. 11:20 പനവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതേ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. ലോക്കൽ ട്രെയിനിൻ്റെ ഒക്കെ പ്ലാറ്റ്ഫോം അങ്ങ് അവിടെയാണ്. ലോക്കൽ വെൻഡേഴ്സ് വടാപ്പാവ്, ഇതൊക്കെ വടാപ്പാവാണ്. Jamnagar Tirunelveli Express is coming on platform number 7. പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇതേ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ആ പറഞ്ഞ ഭക്ഷണം ഇതേ നമുക്കിവിടെ കൊണ്ടുപോയി തന്നിരിക്കുകയാണ്. 240 രൂപ കേട്ടാ. ഇവിടുന്ന് അല്ലാതെ ഊണ് വാങ്ങിക്കുകയാണെങ്കിൽ 100 രൂപയാവുമല്ലോ. 20 രൂപ അവരുടെ ചാർജ് ആയിരിക്കും അല്ലേ? പിന്നെ അത് ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് അങ്ങനെ പ്രതീക്ഷ നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞത്. അതെ, അതുകൊണ്ട് ഇവിടെ ഒരുപാട് സ്ഥലത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നമ്മുടെ മലയാളിയായ ചേട്ടന്മാരാ വിൽക്കുന്നത്. അതെ അതെ. മീൻകറി കൊണ്ട് വേണമെങ്കിൽ ബിരിയാണിയൊക്കെ എല്ലാം വാങ്ങാം. ഇനിയിപ്പോൾ അത് അവിടെ കൊണ്ടുവച്ചോ. 5 മിനിറ്റിന് മുകളിൽ പനവേൽ ആ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതാ വണ്ടി എടുത്തു. ഇനി അടുത്തത് രത്നഗിരിയാണ്. 278 കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സ്റ്റോപ്പുള്ളൂ. അതിനിടയിൽ എന്തായാലും നിർത്തും, കാരണം ക്രോസിംഗ് ഒക്കെ എന്തായാലും ഉണ്ടാവും. നമ്മളിപ്പം നിലവിൽ സെൻട്രൽ റെയിൽവേയിലാണ് ഉള്ളത്. റോഹ മുതൽ അങ്ങോട്ട് കൊങ്കൺ റെയിൽവേ ആവും. WG-12 നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ലോക്കോമോട്ടീവ്. ആസാദി കാ അമൃത് മഹോത്സവ് എന്നൊക്കെയുള്ളൊരു ഇതൊക്കെ ഉണ്ടതാ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഊണ് കഴിക്കാം. 2 പ്ലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പപ്പടം ഉണ്ട്. ഇതാണ് ആ ഒരു ഊണിൻ്റെ പാക്കിങ്. നല്ല അത്യാവശ്യം നല്ല പാക്കിങ് തന്നെയാണ് കേട്ടോ. 2 ബാഗ്. ഇതിനിപ്പോൾ ഇത് തുറക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് കാണണ്ടേ നമുക്ക്. അതുപോലെ തന്നെ ഉച്ച 1 മണിയൊന്നും ആയില്ല, 12 മണിയായി. കാരണം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പനവേൽ സ്റ്റേഷൻ എത്തുമ്പോൾ തന്നെ മീൻകറി ഊണും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണിക്ക് കിട്ടും. പക്ഷേ ഞങ്ങളിപ്പോൾ നേരത്തെ വിളിച്ചു പറയാൻ കാരണം ഒരു പക്ഷേ കിട്ടിയില്ലല്ലോ കരുതിയിട്ടാണ്. കാരണം നമ്മുടെ കൊച്ചുവേളി യോഗ്യതയിൽ വിശേഷിച്ച് പോകുന്ന സമയത്ത് നോക്കിയിട്ടൊന്നും കണ്ടിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് ഫോൺ വിളിച്ചിട്ട് തന്നെ ആക്കിയത്. അതാവുമ്പോൾ നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അവരിങ്ങോട്ട് നമ്മുടെ സീറ്റിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുത്തരും ചെയ്യും. ചെറിയ വ്യത്യാസം വരുന്നത് വെച്ചാൽ മറ്റേതാണെങ്കിൽ 100 രൂപ എടുത്താൽ മതി, ഇതാണെങ്കിൽ 120 രൂപ, അത്രയേ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് ചോറുണ്ട്, അതായത് കുത്തിരി ചോറാണ്. അതുപോലെ തന്നെ ഒരു സാമ്പാറുണ്ട്, ഒരു അച്ചാറുണ്ട്, ഒരു അവിയലുണ്ട്, പിന്നെ ഒരു പയറിൻ്റെ ഒരു തോരനുണ്ട്, മെയിനായിട്ടുള്ള മീൻ കറി, ഒരു മീനിൻ്റെ ഒരു കഷ്ണം കൂടി ഇതിൻ്റെ അകത്തുണ്ടാവും കേട്ടോ. പിന്നെ അതിന് പുറമെ തന്നെ പപ്പടവും. നമ്മൾ കഴിച്ചു തുടങ്ങി കേട്ടോ. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇത് മൊത്തത്തിൽ കഴിച്ച് തീരട്ടെ, എന്നിട്ട് പറയാം. ട്രെയിൻ ഇപ്പോൾ റോഹ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞേ. നിലവിൽ ഇപ്പോൾ നമ്മൾ സെൻട്രൽ റെയിൽവേയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ കൊങ്കൺ റെയിൽവേയിലോട്ട് കയറും. കയറി വെൽക്കം ടു കൊങ്കൺ റെയിൽവേ എന്നുള്ള ബോർഡ് കണ്ടു. അപ്പോൾ ഇനി മുഴുവനും കൊങ്കൺ റെയിൽവേയിലൂടെയാണ് പോകുന്നത്, കർണാടകയിലെ തൊക്കൂര് വരെ. ട്രെയിൻ ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. കറഞ്ചാടി ക്രോസിംഗ് ആണ്, അതായത് തിരുവനന്തപുരത്ത് നിന്ന് ലോകമാന്യത്തിലേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ്. അതിപ്പോൾ ആ ഒരു ട്രാക്ക് വഴി വരും. നവിയൊക്കെ ഇവിടെ സെറ്റാണ് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രാക്ക് വഴി. പിന്നെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ? നല്ല ഭക്ഷണം, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പനവേൽ ഞങ്ങൾ എപ്പോഴും കഴിക്കുന്ന ഇതിൽ കൂടെ പോകുന്ന വഴി നല്ല ഭക്ഷണം തന്നെയാണ്. പിന്നെ ഇതിൽ നിന്ന് പാൻറിലത്തെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു. ആദ്യം രാവിലത്തെ അത് മാത്രമേ ട്രൈ ചെയ്തുള്ളൂ. ഇനിയിപ്പോൾ ഇതിലത്തൊന്നും ട്രൈ ചെയ്യുന്നേ ഇല്ല.
ട്രെയിൻ അടുത്തൊരു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്, വിൻഹെരെ. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നില്ലേ, കൊങ്കൺ റെയിൽവേൻ്റെ ഒരു എന്താ പറയുക, വറ്റി വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്നത്. അതായത് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൺസൂൺ ആയിട്ടില്ല, കുറച്ച് മാസം കൂടെ കഴിഞ്ഞാൽ മൺസൂണാവും. ആ സമയത്താണ് ഇതുവഴി പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സ്ലീപ്പർ ക്ലാസ് ഒരു ജനറലിലും പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നും. ഒന്നാമെന്ന് വെച്ചാൽ ചൂട് അസഹനീയമാണ്, തീർച്ചയായും സഹിക്കാൻ പറ്റില്ല. ശരിക്കും ഈ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് AC തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. കണ്ടോ, ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച ഇതാണ്. ഇത് ചിപ്ലൂൺ റെയിൽവേ സ്റ്റേഷനാണ്. ക്രോസ് ചെയ്ത് പോവുക. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു റിവർ ഉണ്ട്, വശിഷ്ഠി റിവർ. അതിപ്പത്തും വശിഷ്ഠി റിവർ. അടുത്തൊരു സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്, മഡ്ഗാവ് ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. സമയം കറക്റ്റ് 4 മണി. രത്നഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡിലേ ഇല്ല, റൈറ്റ് ടൈമിനെത്തി. ഇവിടെ 5 മിനിറ്റ് ഉണ്ട് ട്രെയിന് സ്റ്റോപ്പ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം തന്നെയാണിത്. രത്നഗിരി റെയിൽവേ സ്റ്റേഷനിൽ ഇത് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഒരു ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ഇല്ലേ, ഇത് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അത് ഹാപ്പേന്ന് മഡ്ഗാവിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണ് ആ വീക്കിലി വണ്ടി. അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടി ഉണ്ടല്ലോ, മുമ്പേ ഉണ്ടായത് ഒരു പഴഞ്ചൻ വണ്ടിയാണ്, ഉത്കൃഷ്ട കോച്ച്. ഇപ്പം ഒരു അടുത്ത കാലത്താണ് ഇത് LHP-യിലേക്ക് മാറിയത്, അതായത് 2023 ഓഗസ്റ്റ് മാസം. ഇനി ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വടാപാവ് ട്രൈ ചെയ്യേണ്ടത്. വടാപാവ് വാങ്ങാം. പിന്നെ ഇവിടെ മാംഗോ ഒക്കെ ഉണ്ട് കേട്ടോ, മാങ്ങയൊക്കെ ഉണ്ട്. മാങ്ങ എന്തായാലും വാങ്ങുന്നില്ല, നമുക്ക് വടാപാവ് വാങ്ങിക്കാം. 2 വടാപാവ് വാങ്ങിക്കുന്നുണ്ട്. എത്രയായിരുന്നു അവി? 30 രൂപ രണ്ടെണ്ണത്തിന്. അപ്പൊ ഒരെണ്ണത്തിന് 15 രൂപ, ഒന്നിന് 15 അല്ലേ? 15 രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ 30 രൂപ. അകത്തോട്ട് കറിക്കോ, അവിടെ വെച്ചോ. മഹാരാഷ്ട്രയിലൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു രത്നഗിരി ഭാഗത്തേക്കിൽ എത്തുമ്പോൾ എപ്പോഴും ഞങ്ങൾ വടാപാവ് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഈ ഒരു ബെന്നിന്റെ അകത്ത് ഇത് വെച്ച് കഴിക്കണം, നല്ല ടേസ്റ്റാണ്. ആദ്യം ഒരെണ്ണേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കഴിച്ചപ്പോൾ ഒന്നും കൂടെ വാങ്ങണം തോന്നി. ഇതേ നവി രണ്ടാമതും പോയിട്ട് ഒന്നും കൂടെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്ന മഡ്ഗാവാണ്. അതിനിടയിൽ എവിടെയെങ്കിലും നിർത്തുമായിരിക്കും. 236 കിലോമീറ്റർ പോകാനുണ്ട്. വേഗം തന്നെ കഴിച്ചോ, സമയം കളയണ്ട. രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നല്ല അടിപൊളി കാഴ്ചയാണ്. നല്ല താഴ്ചയുണ്ട്. ഈ ഒരു ടണലിൽ വണ്ടി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളായി. ടോർച്ച് അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. എന്താണെന്ന് റീസൺ ഒന്നും അറിയില്ല. ഇവിടെ കുറേ നേരം ട്രെയിൻ മൂവായി ഇവിടുന്ന്, എന്താണെന്ന് റീസൺ അറിയില്ല. വീണ്ടും നിന്നു എന്നാ തോന്നുന്നത്. വീണ്ടും നിന്നു. ഇതൊന്നും പിടികിട്ടാത്ത അവസ്ഥയായല്ല. ട്രെയിൻ ഇപ്പോൾ വിൽവാഡെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അതിന് മുന്നേ തന്നെ നേരത്തെ ടണലിൽ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ല. ആദ്യം ഒരു 10 മിനിറ്റും കൂടെ അവിടെ നിന്നു. ഇപ്പോൾ ഇതിലൂടെ ഒരു വണ്ടി ക്രോസ് ചെയ്ത് പോകും. മഡ്ഗാവ് നിന്ന് മുംബൈ CST-യിലേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്. ട്രെയിൻ ഇപ്പോൾ ഗരേ പട്ടൺ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 5:53 ഇവിടെ ട്രെയിൻ ഇതാ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല ഹൈറ്റിലാണ് ഇനിയിപ്പോൾ കയറേണ്ടത്. കണ്ടതാ
പ്ലാറ്റ്ഫോം ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ കുറച്ച് വലിഞ്ഞ് കാരണം ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. ജനശതാബ്ദി ആവാനാ ചാൻസ്. കാരണം ഈ ഒരു ടൈമിൽ അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മഡ്ഗാവ് മുംബൈ CST ജനശതാബ്ദി എക്സ്പ്രസ്. സമയം ഇപ്പോൾ 9 മണിയായി. ഗോവയിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. തിവിം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷേ സിഗ്നലാണ്. മംഗളൂരു CSMT സൂപ്പർഫാസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തി. അതിലൂടെ പോകുന്നുണ്ടതാ, അത് വന്നു. ഇപ്പോൾ ഇവിടെ നിന്നൊരു 45 കിലോമീറ്റർ ഉണ്ട് മഡ്ഗാവിലേക്ക്. ഗുജറാത്തിലെ ജാംനഗറിൽ നിന്നും 1354 കിലോമീറ്റർ യാത്ര ചെയ്ത് ഗോവയിലെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ 9:15 എത്തേണ്ട ട്രെയിൻ എത്തിയത് ഇപ്പോൾ 10:05. ഭാഗ്യം 1-ലേക്ക് തന്നെ വന്നു. ഇവിടെ ഇറങ്ങിയാടും ഫുഡ് വാങ്ങിക്കണം. ഇതാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം. നമ്മളങ്ങ് മുന്നിൽ കൊണ്ടേ നിർത്തുള്ളൂ. ഇവിടെ ഈ ഒരു കടയിൽ നിന്ന് ഞങ്ങൾ ഇത് 2 ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിരിക്കുകയാണ്. കുറേ നാളായില്ല ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നല്ല ഫുഡ് കിട്ടുന്ന 130 രൂപയാണ് ഇവിടെ മഡ്ഗാവിൽ ചിക്കൻ ബിരിയാണി കയറി 2 കൂടി 260. അതെ, അതുപോലെ നമ്മുടെ ട്രെയിനിലൊക്കെ നല്ല ആൾക്കാർ ഇവിടുന്ന് കയറുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഐ ലവ് ഗോവ എന്നൊക്കെ മറ്റൊരു സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഗുജറാത്തിലെ ജാംനഗറിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ ഗോവയിൽ മഡ്ഗാവിൽ എത്തിയ സ്ഥിതിക്ക് ഇതിന്റെ 1-ാമത്തെ ഭാഗം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഒരു 2-ാമത്തെ പാർട്ടും കൂടി ഉണ്ടാവും. അത് മിക്കവാറും നമ്മൾ കേരളത്തിലെത്തുന്നതായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇനിയിപ്പോൾ കർണാടകയിലൂടെയാണല്ലോ പോകേണ്ടത്. അടുത്ത സ്റ്റോപ്പ് വരുന്നത് കർവാറാണ്. അപ്പം കർണാടക എന്തായാലും നമുക്ക് കാണാൻ വേണ്ടി യോഗയില്ല പറയാം. രാത്രി ആയതുകൊണ്ട് തീർച്ചയായും ഇവിടെ മഡ്ഗാവിൽ 10 മിനിറ്റ് ആണ് സ്റ്റോപ്പ്. മതി നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഒരു 50 മിനിറ്റ് ഡിലേ ആണ്. അതെ, കുറച്ച് നേരത്തെ നമ്മൾ എത്തിയിട്ട് നമ്മൾ കർവാറിന് വൈൻഡപ്പ് ചെയ്യാന്നാണ് കരുതിയിട്ടുള്ളത്. ലേറ്റ് ആയിപ്പോയി. ഇനിയിപ്പം അതിൻ്റെ അകത്ത് കയറും, ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. അപ്പം ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ കഴിച്ചിട്ടുണ്ടോ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്ക് ബൈ.